ഇന്ന് നമ്മുടെ കൂടെയുള്ള ഗസ്റ്റ് ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺപുലി അല്ല, സോഷ്യൽ മീഡിയ ഒന്നാകെ തരംഗം സൃഷ്ടിച്ച ഒരു പെൺ സിംഹം എന്ന് വിളിക്കാനാണ് എനിക്ക് ഇഷ്ടം. അല്ല ഏതായാലും കൊള്ളാങ്കി പിന്നെ നമുക്ക് ഉറപ്പിച്ചൂടെ. വെൽക്കം ബാക്ക് ടു അവർ ഷോ നിമിഷ ബിജോ. ഹായ്. കഷ്ടപ്പെട്ടത് വെറുതെ കാണിച്ച് ജീവിക്കുന്നത് കാണാൻ ആളുണ്ടായിട്ടില്ലേ? ആരും കാണാനില്ല, എനിക്ക് ആരും സപ്പോർട്ട് തരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കാണിക്കൂടെ? അതിരിക്കട്ടെ, ഈ പെണ്ണ് സംഗതി വിളിച്ചു അതൊന്നും എനിക്കറിയില്ല. വിളിച്ചു താക്കൂ. അപ്പൊ കാണാൻ ആളുണ്ടെങ്കിൽ കാണിക്കും തീർച്ചയായിട്ടും. അതാണല്ലോ നമുക്ക് വേണ്ടത്. എല്ലാവരും ചെയ്യട്ടെ, ഇല്ലാത്തൊരു മാനം നോക്കട്ടെ. അപ്പൊ എന്താ ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ടവരുടെ പ്രതീക്ഷ പക്ഷെ എന്തുകൊണ്ട് ഇത് കാണിക്കുന്നില്ല? വാ കണ്ടാ പോരെ, വാ. അത്രക്കായോ? എന്നാലും ഒന്ന് കാണുമല്ലോ. കാലിലെ ടാറ്റു. അപ്പൊ കാലില് മാത്രമേ ഉള്ളോ? അല്ല, വേറെ സ്ഥലത്തൂടെ ഉണ്ട്, പറയാൻ പറ്റത്തില്ല. കേട്ടോ കാണാൻ പറ്റുമോ? എങ്കിൽ നിങ്ങൾക്ക് ആ സ്ഥലം എവിടെയാണെന്ന് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും കമന്റ്. അത് വേറെ എവിടെയല്ല, മസനെ കൂടെ വഴി ഊട്ടി. എനിക്ക് തോന്നി മറ്റൊരു സത്യം കൂടി വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു. ആ കാസ്റ്റിംഗ് കൗച്ച് ഞാനിപ്പോ എടുത്തിരുന്നെങ്കിൽ നയൻതാര ഒന്നുമല്ല, വേറെ ഞാനും മേളിക്ക് ലെവലായി പോയേനെ. എന്തൊരു തള്ളാടിയത്. ബിക്കിനി കാണണം, എന്നെ ബിക്കിനിയിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്ന പ്രേക്ഷകരും ഉണ്ട്. എന്നാ ഒന്ന് കാണിക്ക്. അത് കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒക്കെ ആളുകളും പ്രേക്ഷകർക്ക് മറ്റു പലതും കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവും എന്ന് വെച്ചാൽ എന്നും പറഞ്ഞ് താങ്കൾക്കുള്ളത് ഒരു പെൺകുട്ടിയാണ്. അതിനൊന്നും ഇല്ലേ? ഒരു പെൺകുട്ടിയുടെ ഭാവി കൂടി നോക്കണ്ടേ? നിങ്ങൾക്കില്ലാത്തതല്ലേ എനിക്കും എന്റെ ഫാമിലിക്കും ഇല്ലാത്ത വിഷമം നിങ്ങൾക്ക് വേണ്ട. പിന്നെ എന്തിനാണ് ഇതുപോലുള്ള ഡ്രസ്സുകൾ ഇട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കിടന്ന് അഴിഞ്ഞാടുന്നതെന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? അപ്പൊ ചൊറിഞ്ഞിട്ട് സംസാരിച്ചാ മതി. എനിക്ക് ധൃതിയില്ലേ? നായക്ക് ധൃതി ഉണ്ടാ? വിളയരുത്. നിങ്ങളൊരു കല്യാണം കഴിച്ച സ്ത്രീയാണ്. നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെ ഇതിലേക്ക് വലിച്ചഴിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ നാണം വെക്കട്ടെ. അപ്പൊ ഇനി കഥ മാറും, ക്ലൈമാക്സും മാറും. ഞാൻ നിങ്ങൾ വന്നപ്പോ തുടങ്ങി മാന്യമായുള്ള റിപ്ലൈ ആണ് ഞാൻ തന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പരിധിയുണ്ട്, കുറെ നേരം കിടന്ന് കാണാന്ന് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. വെറുതെ ആൾക്കാരെ കൊണ്ട് ചിരിപ്പിക്കണ്ട. എന്ത് കാര്യത്തിന്? നിങ്ങൾ എന്നെ ഇങ്ങോട്ട് ഇന്റർവ്യൂവിനാണ് വിളിച്ചത്? വേണ്ട സാർ, വിവരമുള്ളവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിവരമില്ലാത്ത സാറെന്തിനാ മറുപടി പറയാൻ പോകുന്നത്? സോറി. നീ എന്ത് ഉണ്ടാക്കിയെന്നാ ഈ പറയണത്? ഒരു ഇന്റർവ്യൂവിന് വിളിക്കുമ്പോ ഇങ്ങനെയാണോ ചോദിക്കേണ്ടത്? ദേഷ്യം ഞാൻ മോന്ത അടിക്കാൻ പൊളിക്കും. ഞാൻ ഒരു ചോദ്യം ചോദിച്ചിട്ട് മേലാക്കി ഈ പിടിച്ചോണ്ടല്ലോ. എനിക്ക് ദേഷ്യവും മനപ്രയാസവും ഒക്കെ വന്നാൽ പിന്നെ ഞാൻ പിതൃഭാഷ ഉപയോഗിക്കും. ഇതാണ് ആധുനിക വനിതകളുടെ മഹാത്മ്യം. അവരായി അവരുടെ പാടായി, അല്ലെങ്കിൽ നമ്മൾ വെറുതെ നിരപരാധികളാവും.